ലഹരിയായി ക്യാൻസർ ഗുളികകൾ. ലഹരി മാഫിയ ഉപയോഗിക്കുന്നത് ക്യാൻസറിനുള്ള ഗുളികകൾ. കഞ്ചാവും MDMAയും മറ്റും മയക്കുമരുന്നുകളും പിടികൂടുന്നത് സജീവമായതോടെയാണ് സംഘം ഗുളികകളിലേക്ക് തിരിഞ്ഞത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്നായി ക്യാൻസർ ഗുളികകൾ എത്തിക്കുന്നതായി കണ്ടെത്തൽ. MDMA പോലുള്ള മയക്കുമരുന്നുകൾക്കും കഞ്ചാവിനുമൊക്കെ പകരക്കാരനായി ഗുളികകളുടെ ഉപയോഗം നേരത്തെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എക്സൈസും പോലീസും വ്യാപകമായി പരിശോധന നടത്തി ലഹരി മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്നതോടെയാണ് സാധാരണ ഇത്തരം സംഘങ്ങൾ ഗുളികകളിലേക്ക് തിരിയുന്നത്. ഇതിനു മുൻപ് ഒരു തവണ വ്യാപകമായി രോഗികൾ ഉപയോഗിക്കുന്ന ഗുളികകൾ മയക്കുമരുന്ന് മാഫിയ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അൽപ്രാസോളം, ഡയസിപാം തുടങ്ങിയ ഗുളികകൾ നിരോധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്നതും മാനസിക സംഘർഷം നേരിടുന്ന രോഗികൾക്ക് നൽകുന്നതുമായ ഗുളികകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എക്സൈസിന്റെയും പോലീസിന്റെയും സ്പെഷ്യൽ ഡ്രൈവ് ഊർജിതമായതോടെ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘം ഗുളികകളിലേക്ക് തിരിഞ്ഞതായാണ് എക്സൈസിന്റെ വെളിപ്പെടുത്തൽ. കേരളത്തിലെ ഫാർമസികളിൽ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇവ ലഭ്യമല്ലാത്തതിനാൽ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും സംഘം മൊത്തക്കച്ചവടമായി കേരളത്തിലേക്ക് ഗുളികകൾ എത്തിക്കുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ഇത്തരം ഗുളികകൾ ഉപയോഗിക്കുന്നത്. എക്സൈസും പോലീസും ചേർന്ന് ഇന്ന് ആരംഭിച്ച 3ാം ഘട്ട ഡ്രൈവിൽ ഗുളികകൾ പിടിക്കാൻ പ്രത്യേക ദൗത്യത്തിനു തന്നെ പദ്ധതിയിട്ടിട്ടുണ്ട്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന 2 തരം ഗുളികകളും മാനസിക പിരിമുറുക്കം നേരിടുന്ന രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന 2 ഗുളികകളുമാണ് ഇപ്പോൾ വ്യാപകമായി ലഹരി സംഘം വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. 10 രൂപ മുതൽ 85 രൂപ വരെയാണ് ഇത്തരം ഗുളികകളുടെ ഒരു സ്ട്രിപ്പിന്റെ വില. ഇവ വില കൂട്ടി വിറ്റ് പണം നേടുകയാണ് മാഫിയ സംഘം ചെയ്യുന്നത്.